വേണ്ട കേട്ടോ. കഴിഞ്ഞ ദിവസം രാവിലെ ബാത്റൂമിൽ വെള്ളം അടിച്ച സമയത്ത് ഭയങ്കരമായിട്ട് സ്മെല്ല് കയറി വന്നുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ ഭയങ്കരമായ സ്മെല്ല് വരുന്നേ. ഈ വെള്ളം അടിച്ച് കയറുന്ന ആ ഒരു പ്രഷറിൽ ഫുട്ബോളിനകത്തോട്ട് ഇറങ്ങി അങ്ങ് പോയി സാധനം പാതിക്ക്. അതാ ഇത്രയും സ്മെല്ല് വന്നിരുന്ന് അഴുകിയത്. പിടിച്ചിങ്ങോട്ട് എടുത്തപ്പോഴേ രണ്ടായിട്ട് അങ്ങ് മുറിഞ്ഞു പോയി സാധനം. ഹലോ ഗൈസ്, നമ്മുടെ കിണറ്റില്ലേ, അപ്പോൾ നമ്മൾ ചെന്ന് നോക്കിയപ്പോൾ ഒരു സാധനം വീണ് കിടക്കുവാണ് കിണറ്റിനകത്ത്. ഈ സാധനം മോട്ടറിനകത്ത് കയറി സ്റ്റക്കായിട്ടിരിക്കുക. ഗ്ലൗസ് ഇടാതെ ഈ സാധനം എടുക്കാനൊക്കെ കൊണ്ടൊക്കത്തില്ല. കവറിനകത്ത് കയറ്റിക്കൊണ്ടുവരാം ഇല്ലയോ. കിണറ്റിനകത്തുനിന്ന് സാധനത്തിനെ ഇറക്കി വെളിയിൽ കൊണ്ടുവരാതെ. കഴിഞ്ഞ ദിവസം നമ്മൾ കിണറ്റിനകത്തിൽ ഇറങ്ങി ഇതെല്ലാം ക്ലീൻ ചെയ്തതേ ഉള്ളായിരുന്നു. ഭയങ്കര വാടയാ അതിലോട്ട്. ഭയങ്കര ചത്തഴുകി കിടക്കുമല്ലോ. അത് മുറിഞ്ഞു പോയത് രണ്ടായിട്ട്. പണി വരുന്നു നമുക്ക്. വിഷുവിൻ്റെ അന്ന് നമ്മൾ കോരി അടച്ചതേ ഉള്ളൂ. കിട്ടി മോനെ, കിട്ടി കിട്ടി കിട്ടി. ഫുട്ബോളിന് അതിലോട്ട് കയറി എടുത്തപ്പോൾ കയ്യെ കൂടെ രണ്ടായിട്ട് മുറിഞ്ഞു പോയി. കണ്ടോ, കാണിക്കാം വേണ്ട കേട്ടോ. ഞാനുണ്ടോ എൻ്റെ താഴോട്ട് ഉണ്ടോ നീ വേണ്ട വേണ്ട. ശംഖുവരൻ ഭയങ്കരമായ സ്മെൽ. ഈ സാര അയ്യോ, അഴുകിപ്പോയി കിടക്കുമായിരുന്നു. ഇന്നലെ മുതൽ കണ്ട് ഭയങ്കരമായിട്ട് സ്മെല്ല് വന്നത് കാരണമാണ് ഇപ്പോൾ എടുത്ത് കിണ്ടി ചാടിയത്.